നമസ്കാരം. ശ്രീകൃഷ്ണ വസിഷ്ഠ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാ മഹോത്സവം 2026 ജനുവരി മാസം 22-ാം തീയതി വ്യാഴാഴ്ച നടത്തപ്പെടുകയാണ്. അന്നേ ദിവസം രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അതിനുശേഷം നവചണ്ഡികയും നടക്കുകയാണ്. നവചണ്ഡികയിൽ 9 ദേവിമാരുടെ പൂജാവിധി പ്രകാരം അതിൽ ദശമഹാവിദ്യയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കൃത്യമായി നടത്തപ്പെടുന്നുണ്ട്. ആ ചിട്ടകളും ക്രിയകളുമൊക്കെ. അപ്പം ഇതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വളരെ ഫലവത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവമായിട്ട് വരുമെന്നാണ് ആ ദശമഹാവിദ്യയിൽ പറയുന്നത്. അപ്പോൾ ഓരോ ചണ്ഡികാദേവിയുടെ ഭാവത്തിലുള്ള ആ 9 ദേവിമാരുടെ പൂജകളാണ് നവചണ്ഡിക ഹോമം. അപ്പോൾ 9 ദേവിമാർക്ക് ഹോമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അത് സാധിക്കുമെന്നാണ് ആ ചടങ്ങിൻ്റെ വിശേഷത. അപ്പോൾ മഹത്തായിട്ടുള്ള ഓരോ പൂജകളിലും ഓരോ കർമ്മങ്ങളിലും നമ്മൾ അതിൽ പങ്കെടുക്കുകയും അതിന് വേണ്ടി പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അവിടെ തൊട്ട് മാറിത്തുടങ്ങുമെന്നാണ് വിശ്വാസം. ഇത് അപൂർവമായിട്ട് നടക്കപ്പെടുന്ന ഒരു ചടങ്ങാണ് നവചണ്ഡിക. മൂകാംബിക ക്ഷേത്രങ്ങൾ പോലുള്ള ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും ഈ നവചണ്ഡിക നടക്കുന്നുണ്ട്. അപ്പം നവചണ്ഡിക പല തരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഇവിടെ ചെയ്യുന്നത് ശൃംഗേരി മഠത്തിലെ ആചാര്യന്മാരാണ്. അപ്പോൾ ശൃംഗേരി മഠത്തിലെ ആചാര്യന്മാരെങ്കിൽ വേദങ്ങളുടെയും വേദഘോഷങ്ങളും പറഞ്ഞ് അവരത് ആ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ദേവീമഹാത്മ്യം വായിച്ച് മാത്രം ചെയ്യുന്ന ഒരു ചടങ്ങല്ല നവചണ്ഡിക. ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഏത് തരത്തിലെ ചിട്ടകളും ക്രിയകളുമാണ് അവർ പോകുന്നത്, അത് പാലിക്കുന്നത്, അതനുസരിച്ച് നമുക്കും അതേ ജപങ്ങൾ തന്നെ നമുക്ക് ജപിച്ച് ആ ദേവിയുടെ ഫലം, ആ ചെയ്യുന്ന ഫലം നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ഫലം നമ്മൾ ഓരോരുത്തരും ഓരോ വീടുകളിൽ കൊണ്ടുപോയി ആരാധിച്ച് ആ ജപം നടത്തി നിത്യവും നമ്മൾ അതിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ ദേവിയുടെ ചൈതന്യം നമ്മുടെ ഗൃഹത്തിലും ഐശ്വര്യവും നമുക്കുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ ചണ്ഡികാദേവിയുടെ ഈ മഹത്തായിട്ടുള്ള ഈ പൂജകളിൽ വന്ന് പങ്കെടുക്കുകയും ആ പൂജകളിൽ ഭാഗമായി തീരുകയൊക്കെ ചെയ്താൽ ജീവിതത്തിന് തന്നെ മാറ്റമുണ്ടാകുന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തതിനേക്കാളും ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഈ നവചണ്ഡിക പൂജയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക.